നമുക്കൊരു മങ്കട കറി വെക്കാം. മങ്കട തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് ഉപ്പിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. 3-4 വെള്ളം കഴുകിയെടുക്കണം. മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണ് എടുത്ത് മാറ്റി വെക്കുക. വടക്കം പുളി വെള്ളത്തിലിട്ട് വെക്കണം, കുതിർന്ന് വരും. ചട്ടി അടുപ്പ് വെച്ച് ചട്ടി ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചിയും ഇട്ട് ഇടിച്ചെടുക്കാം. ആ നേരത്ത് ചട്ടി ചൂടാകും. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേന് ഇടികല്ലിൽ നല്ല രീതിയിൽ ഇടിച്ചെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളി എല്ലാം കൂടെ നല്ല രീതിയിൽ ഇടിച്ച് നല്ല രീതിയിൽ ചതച്ച് കൊണ്ടുവന്ന് വെക്കുക. അപ്പോഴത്തേക്കിന് ചട്ടി ചൂടായ എണ്ണയിലേക്ക് ഉലുവ, കടുക് ഇട്ട് പൊട്ടിച്ച് ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടെ ഇട്ട് വരട്ടണം. 4 പച്ചമുളകും ഇട്ട് കീറിയിട്ട് കരിവേപ്പില ഇട്ട് വരട്ടി മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ചൂടാക്കണം. പച്ചമണം മാറുന്ന വരെ ചൂടാക്കണം. ആ പച്ചമണം മാറി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഉലുവപ്പൊടി ഇട്ട് ഇളക്കി പുളിയും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കണം. അത് തിളച്ച് വരാൻ ഉപ്പും ഇട്ട് അടച്ച് വെക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ തിളയ്ക്കും. അപ്പോഴത്തേക്കിന് മീൻ കഷ്ണം അതിലേക്ക് പറക്കിയിടണം. പറക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒരു ചെറിയ കഷ്ണം കായവും കൂടി ഇട്ട് ഇളക്കിയെടുത്ത് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കുക. കറി വറ്റി വരുമ്പോൾ കഴിക്കാൻ നല്ല സ്വാദാണ്.